മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിവിനായിട്ട് കുറച്ച് പ്രാധാന്യമുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ആരുടെയെങ്കിലും വീഡിയോ കാണുകയും അത് മനസ്സിലാക്കി ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയുടെ ആരാണോ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അവരെക്കുറിച്ചുള്ള ഒരു വിവരണം അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണും. അങ്ങനെ ഈ പറയുന്നതായ കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് നല്ല ജ്ഞാനമുണ്ടോ, അറിവുണ്ടോ, അതുതന്നെയാണോ അവരുടെ ഫീൽഡ് എന്ന് അറിഞ്ഞിട്ടേ അത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഞാനാണെങ്കിൽ ഞാൻ പ്ലാന്റ് സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ്. അതുകൊണ്ട് എനിക്ക് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പറയാനറിയാം. അതുപോലെ ബൈബിൾ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കതറിയാം. പിന്നീട് ഞാൻ ഒരു ഗ്രാൻഡ് മദറാണ്. വളരെ വർഷത്തെ കുക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ആ ഫീൽഡിൽ ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി ആളുകൾ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ബൈബിള് വായിക്കുന്നവരുണ്ട്. ഇവിടെ വായിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ഈ ബൈബിളിനെ കുറിച്ചൊരു ജ്ഞാനം വേണം, എന്താണ് വായിക്കുന്നതെന്ന്. പിന്നെ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ച് വേണം ചെയ്യാനായിട്ട്, എന്നാലേ ഇത് നന്നായിട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ അതിന് ഇച്ചിരി അധ്വാനിക്കണം. ഇങ്ങനെ 3-4 സ്റ്റെപ്പുകൾ, 2-3 സ്റ്റെപ്പുകളുണ്ട് ഏതൊരു കാര്യം ചെയ്യുന്നതിനും. അപ്പോൾ ഈ ബൈബിള് ആദ്യം വായിക്കാനായിട്ട് തുറക്കുമ്പോൾ ബൈബിളിൽ 150 സങ്കീർത്തനങ്ങളുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ 119-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം വായിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ട് വേണം ബൈബിള് തുറക്കാനായിട്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയം തുറന്നു തരണം. അങ്ങനെ ഈ തിരുവെഴുത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാർത്ഥനയാണത്. 119-ാം സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം. അത് നന്നായി മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഈ വചനം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഹൃദയ കവാടം തുറന്നു തരാൻ വേണ്ടി വീണ്ടും 2 വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം. ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്നോ, ഈ സന്ദർഭം ഞാൻ ആദ്യം ഒന്ന് പറയാം. യേശുക്രിസ്തു മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഭൂമിയിൽ പലർക്കും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ശിഷ്യന്മാർ 2-3 ശിഷ്യന്മാർ എമ്മാവോസിലോട്ട് യാത്ര ചെയ്യുകയാണ്. അവർ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി, അപ്പോൾ ഇത് സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറയണത്, എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ക്രിസ്തുവാണ് ഇവരുടെ കൂടെ എന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ ഹൃദയ കവാടം തുറന്നു കൊടുത്തിരുന്നില്ല. അപ്പോൾ അന്നാണ് യേശു ക്രിസ്തു അത് തുറന്നു കൊടുത്തത്. ആ വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവരുടെ ബുദ്ധിയെ തുറന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പം അവിടെ വെച്ച് യേശു തിരുവെഴുത്ത് മനസ്സിലാകത്തക്കവണ്ണം അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുത്തു. അങ്ങനെയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അയ്യോ ഇത് ക്രിസ്തു ആയിരുന്നല്ലോ അവരുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന്. നമുക്ക് അങ്ങനെയാണ് പറ്റുന്നത്. നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ പിന്നെ മനസ്സിലായി കഴിയുമ്പോൾ അയ്യോ പറ്റിപ്പോയല്ലോ, അറിയാൻ മേലായിരുന്നല്ലോ എന്ന്. ഉടനെ ക്രിസ്തു അങ്ങനെ അവരുടെ ഹൃദയം തുറന്നു കൊടുത്തതുകൊണ്ട് അവർക്കത് മനസ്സിലായി. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതുപോലെ തന്നെ ഒരു വചനമുണ്ട്. 4-ാം അധ്യായം 3-ാം തിരുവചനം. അതിലും ഇതുപോലെ തന്നെ ഹൃദയം തുറക്കുന്നതാണ്. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പോൾ ഇങ്ങനെ ഹൃദയ കവാടം തുറന്നു തരുവാനും വചനം വായിക്കാനും മനസ്സിലാക്കാനും അത് പ്രഘോഷിക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യാനുള്ള ശക്തി കിട്ടും. അപ്പോൾ ഇതുപോലെ ഉള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ ആന്തരാർത്ഥങ്ങൾ പിടികിട്ടും. നമ്മുടെ ഉൾക്കണ്ണ് തുറക്കും. നമ്മുടെ പുറമേയുള്ള ഈ കണ്ണുകളല്ല, നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറക്കും. അങ്ങനെ ഒരു ഷണ്ണന് ഇത് മനസ്സിലാകാത്ത കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിക്കാനോ ആദ്യം വേണ്ട പ്രാർത്ഥന 119-ാം സങ്കീർത്തനം 18, പിന്നീട് ഹൃദയം തുറന്നു വരാനുള്ള 2 വചനം വിശുദ്ധ ലൂക്കോസ് 24:45, കൊളോസ്യ ലേഖനം 4:3 പ്രാർത്ഥിച്ച് ഈ ഗ്രന്ഥം മുഴുവനും വായിച്ച് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.